എൻ്റെ മോനെ എന്താണ് വൺ പീസ് മാങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പീക്ക് ലെവൽ ചാപ്റ്റർ 1179. എൻ്റെ കഴിഞ്ഞ വർഷങ്ങളിലുണ്ടായ ഇമു സമയയുടെ ഫേസ്, മനസ്സിലുണ്ടായ ക്യാരക്ടർ, ഇതൊക്കെ മാറിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ച ആളെ അല്ല. ഇറ്റ്സ് സോ കൂൾ. സീൻ ചാപ്റ്ററാണ് വൺ പീസ് 1079 ആൻഡ് ഫേസ് റിവീൽ ഓഫ് ഇമു സമ. 20 വർഷത്തിലധികമായിട്ട് എലിച്ചിറോ ഒഡ എന്ന് പറയുന്ന വ്യക്തി നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിട്ടുള്ള ആ രഹസ്യം ഇന്നത്തോടെ അത് തീർന്ന് ഗൈസ്. ദ കിങ് ഓഫ് ദ വൺ പീസ് വേൾഡിന്റെ ഫേസ് റിവീൽ ചെയ്തിരിക്കുകയാണ്. ഇമുവിന്റെ പവേഴ്സ്, പിന്നെ അവരുടെ പാസ്റ്റ് ആൻഡ് ഇമു സമ മരിക്കാൻ പോവാണോ? നമ്മൾ ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഇമു സമയുടെ ഫേസ് റിവീൽ ആൻഡ് ഈ ചാപ്റ്ററിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫേസ് റിവീൽ കണ്ടപ്പോൾ ഞാൻ ആകെ ഞെട്ടിപ്പോയി. കാരണം ഞാൻ വിചാരിച്ചത് ലൈക്ക് ഇമു എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ക്യാരക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ക്യൂൻ ഓഫ് ദ വേൾഡ് ആയിരിക്കും. പക്ഷെ എന്നാലും പണ്ട് മുതലേ കിങ് ഓഫ് ദ വേൾഡ് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടായിരുന്നത്. ബട്ട് ആ സിൽഹോട്ട് ആൻഡ് ആ ബ്ലാങ്ക് ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാനല്ല, ഏകദേശം എല്ലാ ഫാൻ തിയറി ആർട്ടിസ്റ്റുകളും എല്ലാവരും വിചാരിച്ചത് ഇറ്റ്സ് എ ഫീമെയിൽ ക്യാരക്ടർ, അല്ലെങ്കിൽ ഒരു ഫീമെയിൽ ലീഡായിരിക്കുന്നു. ബട്ട് ഇന്ന് എലിച്ചിറോ ഒഡ എന്ന് പറയുന്ന വൺ പീസിന്റെ മാങ്ക ക്രിയേറ്റർ നമ്മളെല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്. കാരണം ഇമു എന്ന് പറയുന്നത് ഒരു മെയിലാണ്. ആൻഡ് എനിക്ക് ഇത് കണ്ടപ്പാടനെ ഞെട്ടിപ്പോയി, ആകെ ഷോക്കായി പോയി. ഒരു ടാൻ സ്കിൻ, അല്ലെങ്കിൽ ഒരു ലോങ് വൈറ്റ് ഹെയർ, പിന്നെ ഒരു ഡെവിൽ ടെയിൽ ആൻഡ് ഒരു ബ്ലാക്ക് ക്ലൗഡ്സ് ചുറ്റും, അതിൽ കുറെ കണ്ണുകളും. സോ ഇത് പ്യൂർ ഡെവിൽ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ വൺ പീസിലെ വാണോ ആക്കിലെ കിങ്ങിനെ പോലെ ഏകദേശം തോന്നുന്നുണ്ട്. ചെറിയ ഡൗട്ടാണ് ഇനി ഇമു സമ ഒരു ലുനാരിയൻ ബ്ലഡ് ആണോ എന്നുള്ളത്. കാരണം ടാൻ സ്കിൻ, പിന്നെ വിങ്സ് ഫോളൻ ഏഞ്ചൽ ആണ്. ലൈക്ക് വിങ്സ് ഉണ്ടായിരുന്നോ അല്ല ഇല്ലയോ? ബാക്കി ഡിസൈൻസ് ഒക്കെ കാണുമ്പോൾ ഏകദേശം കിങ്ങിനെ പോലെ തന്നെ ഒരു സിമിലർ ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഒരു ഫോളൻ ഏഞ്ചൽ ലുക്കാണ് ഇമുവിന് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം ലൂസിഫർ എന്നൊക്കെ പറയുന്ന ഒരു അതുപോലത്തുള്ള റെഫറൻസ് ഒക്കെയാണ് ഇമു നമുക്ക് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇമുവിന്റെ ഡ്രസ്സിൽ നമുക്ക് മാർക്ക് ഓഫ് അബേസിന്റെ സിമ്പിളും കാണാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് പവേഴ്സ് നോക്കാം. ഇമുവിന്റെ പവേഴ്സിനെ പറ്റി നോക്കുന്ന സമയത്ത് ഓഡ നമ്മളെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അയാളുടെ അബിലിറ്റിയുടെ പേര് ഡെവിൽസ് ഫ്രൂട്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്, അഖുമാനോമി. സോ സാധാരണ ഡെവിൽ ഫ്രൂട്ട് പവേഴ്സ് നമുക്ക് എന്തെങ്കിലും അതായത് ഗമഗമനോമി അതുപോലത്തെ ഇതാണ് കൊടുക്കാറുള്ളത്. ബട്ട് ഇതിൽ ജസ്റ്റ് ഡെവിൽ ഫ്രൂട്ട് എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം ഇമുവിൻ്റെ ഡെവിൽ ഫ്രൂട്ട്സ് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെന്നാണോ? ലൂഫിയുടെ ഗിയർ 5 ചുറ്റും വൈറ്റ് ക്ലൗഡ്സ് ആണെങ്കിൽ നമ്മുടെ ഇമുയുടെ ചുറ്റും ബ്ലാക്ക് ക്ലൗഡ്സ് ആണ്. മേഘങ്ങളിൽ മുഴുവൻ കണ്ണുകളും കാണുന്നുണ്ട്. അത് എൽബാഫിലെ മരങ്ങളെ പോലും ഡിമോണിഫൈ ചെയ്യുന്നു. ലൂഫി ജോയ് ബോയ് ആണെങ്കിൽ ഇമു ഒരു സാഡ് ബോയ് ആണോ? ആൻഡ് വേറെ എന്നെ വളരെയധികം ഷോക്ക് അടിപ്പിക്കുന്ന ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇമു മരിക്കാൻ പോവാണോ? ലൈക്ക് പുള്ളിക്ക് ഹോളി ലാൻഡിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ കുറേ ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഇമു ഹോളി ലാൻഡിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് എൽഡേഴ്സ് വളരെ സങ്കടത്തോടെയാണ് ഇമു സമയനെ നോക്കുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഫിയേർഡ് ക്യാരക്ടേഴ്സ് ഇൻ വൺ പീസ്, അല്ലെങ്കിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ആൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും സാഡ്നെസ് ആയിട്ടുള്ള എക്സ്പ്രഷൻസ് എൽഡേഴ്സ് ഇടുന്നത്? ഇത് ആലോചിച്ച സമയത്ത് ലൈക്ക് ഏകദേശം കുറച്ച് പാനലൊക്കെ ഓടെ നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. കാരണം ഇമുക്ക് എന്തോ ഡിസീസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയോ ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന്. കാരണം ഹീസ് കഫിങ് ബ്ലഡ്, പുള്ളി ചുമക്കുമ്പോൾ ഒക്കെ ചോര തുപ്പുന്നുണ്ട്. അതുപോലെ തന്നെ ഫേസ് ക്ലോസ് റിവീലിൽ നമുക്ക് ഫേസിന്റെ അടുത്ത് ചോര കാണാൻ പറ്റും. ആൻഡ് അത് തുടച്ചു കളയുന്ന സീൻസ് ഒക്കെ മാങ്ക പാനൽസിൽ കാണിക്കുന്നുണ്ട്. 800 വർഷമായിട്ട് പാങ്കിയ കാസിൽ നിന്ന് പുറത്തിറങ്ങാത്ത ഇമു ഇപ്പൊ പുറത്തിറങ്ങിയാൽ മരിക്കുമോ? എന്തുകൊണ്ടാണ് വിവിയുടെ ഫോട്ടോ മാത്രം ഇതുവരെ ഇമു നശിപ്പിക്കാത്തത്? ഇമു നമുക്ക് ജോയ് ബോയിനോട് എന്തോ വലിയൊരു പകയുണ്ട്. പീസ് ഒരു ത്രില്ലിംഗ് ആൻഡ് ഭയാനകമായിട്ടുള്ള ഒരു ക്ലൈമാക്സിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇമു വേസ് ലൂഫി എന്ത് സംഭവിക്കും? ഇനി വേറെ ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ഇൻവോൾവ് ആവുമോ ഈ ഫൈറ്റിൽ? ആൻഡ് വളരെ ഷോക്കായിട്ടുണ്ട്. നെക്സ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കണ്ടറിയാൻ പറ്റും. കുറച്ചും കൂടുതൽ ക്ലാരിറ്റി കിട്ടണമെങ്കിൽ, കുറച്ചും കൂടുതൽ ക്ലോസപ്പ് ഷോട്ട്സ് കിട്ടണമെങ്കിൽ ചാപ്റ്ററിന് വേണ്ടി കാത്തിരിക്കണം. നിങ്ങളുടെ തിയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ലൈക്ക് എനിക്കും ഒരുപാട് തിയറീസ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, സോ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ പുതിയ കിടിലൻ വീഡിയോസുമായി വരുന്നവരെ സൈനിങ് ഓഫ്. ബൈ.